ഡോട്ട്സ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ഹൈക്കോർട്ട് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് 2019 നടത്തിയ ചോദ്യപേപ്പറിന്റെ വിശകലനമാണ് കഴിഞ്ഞ 2 വീഡിയോകളിലായി നമ്മൾ കണ്ടുവരുന്നത്. ഇതേ ചോദ്യപേപ്പറിലെ അവശേഷിക്കുന്ന 20 കണക്ക് ചോദ്യങ്ങളുടെ വിശദീകരണമാണ് 81 മുതൽ 100 വരെ ചോദ്യങ്ങളായി നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. 2019 കേരള ഹൈക്കോർട്ട് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് അവസാനമായി ഒരു പരീക്ഷ നടന്നത്. മുൻകാല ചോദ്യപേപ്പർ 2022 പരീക്ഷയ്ക്കുള്ള ഏറ്റവും വലിയ മാർഗദർശിയാണ്. അതിനാൽ തന്നെ 3 സീരീസായി ചെയ്തിരിക്കുന്ന 2019 ചോദ്യപേപ്പറിന്റെ വിശദീകരണങ്ങൾ നിങ്ങൾ പൂർണ്ണമായും കാണണമെന്നും ഷെയർ ചെയ്യണമെന്നും നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 81. What is the unit digit in the product 7 raised to 71 into 5 raised to 317 into 3 raised to 70? Option A 1, option B 5, option C 7, option D 3. ഒരു പ്രോഡക്റ്റിന്റെ യൂണിറ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി പല മെത്തേഡ്സ് ഉണ്ട് എന്ന് പറഞ്ഞാലും ഈ ക്വസ്റ്റ്യൻ ഓപ്ഷൻസ് ഉപയോഗിച്ചും നമ്മുടെ നോർമൽ ലോജിക് ഉപയോഗിച്ചും ചെയ്യാൻ സാധിക്കും. നമുക്കറിയാം 5 raised to എനി സംഖ്യ എനി നമ്പർ ചെയ്താലും കിട്ടുന്ന ഉത്തരത്തിന്റെ അവസാനത്തെ ഡിജിറ്റ് അഥവാ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 5 ആയിരിക്കും. ഫോർ എക്സാമ്പിൾ 5 raised to 1 ചെയ്താൽ 5 തന്നെ വരും. 5 raised to 2 ചെയ്ത് കഴിഞ്ഞാൽ 25 ആണ്, ലാസ്റ്റ് ഡിജിറ്റ് 5 ആണ്. 5 raised to 3 ചെയ്ത് കഴിഞ്ഞാൽ 125 ആണ്, ലാസ്റ്റ് ഡിജിറ്റ് 5 ആണ്. 5 raised to 4 ചെയ്ത് കഴിഞ്ഞാൽ 625 ആണ്, ലാസ്റ്റ് ഡിജിറ്റ് 5 ആണ്. 5 raised to എനി സംഖ്യ ചെയ്താൽ ലാസ്റ്റ് ഡിജിറ്റ് 5 ആകുന്നത് കൊണ്ട് നമ്മുടെ ചോദ്യത്തിലെ 5 raised to 317 ചെയ്താലും നമുക്ക് ലാസ്റ്റ് ഡിജിറ്റ് ഓഫ് ദിസ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് 5 കിട്ടും. പിന്നെ 5 ഇൻറ്റു ഇനി നമുക്ക് നോക്കാം 7 raised to 71. 7 raised to 71 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉത്തരം ഒന്നുകിൽ ഓഡ് നമ്പർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഈവൻ നമ്പർ ആയിരിക്കാം. ഒന്നുകിൽ ഒരു ഓഡ് നമ്പർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഈവൻ നമ്പർ ആയിരിക്കാം. 7 raised to 71 എന്തായാലും ഈ ഓഡ് നമ്പർ ആയിരിക്കും. രണ്ടായാലും നമുക്ക് കുഴപ്പമില്ല. ഓഡ് നമ്പർ ആണെങ്കിൽ ഇവിടെ കിട്ടുന്ന എനി ഓഡ് നമ്പർ ഇൻറ്റു 5 ചെയ്ത് കഴിഞ്ഞാൽ എനി ഓഡ് നമ്പർ ഇൻറ്റു 5 ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് ഡിജിറ്റ് 5 ആയിരിക്കും. ഇനി ഈവൻ നമ്പർ ആയിരുന്നെങ്കിലോ എനി ഈവൻ നമ്പർ ഇൻറ്റു 5 ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് ഡിജിറ്റ് 0 വന്നേനെ. അങ്ങനെ വരുവാണെങ്കിൽ 0 ഇൻറ്റു 3 raised to 70 ലാസ്റ്റ് ഡിജിറ്റ് ചെയ്താലും 0 തന്നെ വരുന്നത് കൊണ്ട് ഓപ്ഷനിൽ 0 വരണമായിരുന്നു. എന്നാൽ ഓപ്ഷനിൽ 0 ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഈവൻ നമ്പർ എന്നുള്ള പ്രോബബിലിറ്റി എടുത്തു കളഞ്ഞു. അപ്പം 7 raised to 71 ചെയ്താൽ ലാസ്റ്റ് ഡിജിറ്റ് ഓഡ് നമ്പർ ആണ്, ഓഡ് നമ്പർ ഇൻറ്റു 5 ചെയ്താൽ ഓഡ് നമ്പർ ആണ്. സിമിലർലി 3 raised to 70 ചെയ്താലും ലാസ്റ്റ് ഡിജിറ്റ് എന്താണ്? ഓഡ് നമ്പർ ആണ്. കാരണം ഈവൻ നമ്പർ വരുവായിരുന്നെങ്കിൽ ഓപ്ഷനിൽ 0 വന്നേനെ. ഈവൻ നമ്പർ അല്ല, അത് ഓഡ് നമ്പർ ആണ്. അപ്പം ആ ഓഡ് നമ്പർ ഇൻറ്റു 5 ചെയ്താലും നമുക്ക് ലാസ്റ്റ് ഡിജിറ്റ് 5 വരേണ്ടത് കൊണ്ട് ഓപ്ഷനിൽ നിന്ന് നമുക്ക് ഒരേ ഒരു പോസിബിലിറ്റി മാത്രമേ ഉള്ളൂ, ഓപ്ഷൻ ബി. സോ ആൻസർ ഓഫ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഓപ്ഷൻ ബി 5. ഒന്നുകൂടെ പറയാം, 5 raised to എനി സംഖ്യ ചെയ്താലും ലാസ്റ്റ് ഡിജിറ്റ് 5 ആയിരിക്കും. 5 ഇൻറ്റു ഓഡ് നമ്പർ ലാസ്റ്റ് ഡിജിറ്റ് 5, again 5 ഇൻറ്റു ഓഡ് നമ്പർ ലാസ്റ്റ് ഡിജിറ്റ് 5. സോ യുവർ ആൻസർ ഈസ് 5. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 82. സം ഓഫ് ഓൾ 2 digit നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 3 ഈസ്. ശ്രദ്ധിക്കുക, ഡിവിസിബിൾ ബൈ 3 ഈസ്. ഓപ്ഷൻ എ 1665, 1665, B 1723, C 1785, D 1632. 2 digit numbers എന്ന് പറയുന്നുണ്ട്. ഓൾ 2 digit numbers. 2 digit numbers എവിടെ മുതൽ എവിടെ വരെയാണ്? 10 മുതൽ 99 വരെയാണ് 2 digit numbers അല്ലേ? എത്ര 2 digit numbers ഉണ്ട്? നമുക്കറിയാം 99 മൈനസ് 10 പ്ലസ് 1. കാരണം 99 മൈനസ് 10 89 പ്ലസ് 1 90 2 digit നമ്പർ ഉണ്ട്. അതിൽ തന്നെ 3ന്റെ ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പേഴ്സ് എത്രയാണെന്ന് നോക്കാം. ദാറ്റ് ഈസ് 99 മൈനസ് 10 ഡിവൈഡഡ് ബൈ 3 പ്ലസ് 1. ദിസ് മച്ച്
2-digit numbers which are multiples of 3. Which are multiples of 3. 3യുടെ multiples ആയിട്ടുള്ള ഇത്രയും 2-digit numbers കാണും. എത്ര? 99 minus 10, that is 89, divided by 3 plus 1, that is equal to 89 divided by 3 കിട്ടുന്ന പൂർണ്ണസംഖ്യ 29 plus 1 is equal to 30. So we can say there are 32-digit numbers, 32-digit numbers which are multiples of 3. So there are 32-digit numbers which are multiples of 3. ഇനി നമുക്കറിയാം sum of a consecutive series ആണിത്. ഇത് consecutive seriesന്റെ sum കണ്ടുപിടിക്കണം. That is first term plus last term divided by 2 into number of terms. That is 30. First term plus last term divided by 2 into number of terms. ആലോചിച്ച് നോക്കിയ ഫസ്റ്റ് ടൈം ഇവിടെ എത്രയാണ്? നമുക്കറിയാം 3യുടെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന ഫസ്റ്റ് 2-digit നമ്പർ 12 ആണ്. 3യുടെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന ലാസ്റ്റ് 2-digit നമ്പർ 99 ആണ്. സോ ഫസ്റ്റ് ടൈം പ്ലസ് ലാസ്റ്റ് ടൈം ഡിവൈഡഡ് ബൈ 2 into 30. ഓക്കെ, നമുക്കറിയാം ദാറ്റ് ഈസ് 12 plus 99, that is equal to 111. 111, 2 and 30 will get cancelled with 15. 111 into 15. Look at the options. We can whenever an odd number is multiplied by 5, the last digit of the answer should be 5. So in our question, from the given options, there is only one option that is ending with 5, that is 1665. So you will get the answer as 1665. So your answer is equal to 1665. Option A is the correct answer. Then question number 83. 5 bells commence tolling together at interval and toll at intervals of 2, 3, 4, 5 and 8 minutes respectively. In 12 hours, how many times do they toll together? So toll together എന്ന് പറയുന്നത് അതൊരു റിപ്പീറ്റഡ് ഇന്റർവെലിനെ കാണിക്കുന്നു. Whenever there is a repeated intervals, you have to take the LCM. That means LCMത്തിലായിരിക്കും, LCM of given intervalsന്റെ കണ്ടീഷനിലായിരിക്കും അത് റിപ്പീറ്റ് ചെയ്യുന്നത്, പ്രോസസ് റിപ്പീറ്റ് ചെയ്യുന്നത്. സോ റിപ്പീറ്റഡ് ഇന്റർവൽ ഓർ ദ പ്രോസസ് വിൽ ബി റിപ്പീറ്റഡ് ഇൻ 2, 3, 4, 5 and 8. LCM of 2, 3, 4, 5 and 8 എത്രയാണ്? That is equal to 120. LCM of 2, 3, 4, 5, 8. The 2 into 3, 6 into 5, 30. LCM of 30 and 8, 120. So unit is 120 minutes. So 120 minutes is equal to 120 by 60 is equal to 2 hours. That is, the process will be repeated or the bells will toll together at every 2 hours. The process will be repeated at every 2 hours. Okay, so in 12 hours, how many times the process will be repeated എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. In 12 hours, therefore, in 12 hours, the process will be repeated in 12 by 2 is equal to 6 times. But it is clearly given in the question that the first 5 bells commence tolling together and toll at intervals of. ആദ്യം ഒന്ന് ടോൾ ചെയ്തു, പിന്നീട് ഓരോ ഇന്റർവെല്ലിലും എന്നാ പറഞ്ഞേക്കുന്നേ. അപ്പൊ ആദ്യം ഒന്ന് ടോൾ ചെയ്തു എന്ന് പറയുന്നത് കൊണ്ട് 12 മണിക്കൂറിൽ 1 + 6 is equal to 7 times അവർ ഒരുമിച്ച് ടോൾ ചെയ്യും. എന്തുകൊണ്ടാണ് 6 തന്നെ ആൻസർ എടുക്കാതെ 1 + 6 എടുത്തത്? ക്വസ്റ്റ്യന്റെ ആദ്യ പാർട്ടി കൃത്യമായി പറയുന്നുണ്ട്. എന്താ പറയുന്നത്? 5 bells commence tolling together. ആദ്യം ഒരുമിച്ചൊന്ന് ടോൾ ചെയ്തു തുടങ്ങി.
അല്ലെ? എന്നിട്ട് പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുവാണ്. അതുകൊണ്ടാണ് നമ്മൾ 12 മണിക്കൂറിൽ 6 പ്രാവശ്യം ഉത്തരം എഴുതാതെ 6+1 = 7 പ്രാവശ്യം ഒന്ന് ഉത്തരം കൊടുത്തത്. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 84. A printer numbers the pages of a book starting with 1 and uses 1554 digits in all. How many pages does the book have? Option A 455, option B 554, option C 612, option D 374. ഇവിടെ ഓർക്കുക, നിങ്ങൾ ഒരു ബുക്ക് നമ്പർ ഇടുകയാണ്. നമ്പർ ഇടുമ്പോൾ നിങ്ങൾക്ക് 1554 ഡിജിറ്റാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ നമ്പർ 1554 ഡിജിറ്റ്സ് ഉപയോഗിച്ച് എത്ര പേജസ് വരെ ഇടാം എന്നുള്ളതാണ് ചോദ്യം. അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ 100 എന്ന് എഴുതുവാണെങ്കിൽ 3 പ്രാവശ്യം ഡിജിറ്റ് ഉപയോഗിക്കും, 100. 105 എന്ന് എഴുതുവാണെങ്കിൽ 3 പ്രാവശ്യം ഡിജിറ്റ് ഉപയോഗിക്കും, 105. 12 എന്ന് എഴുതുന്നുള്ളെങ്കിൽ 2 പ്രാവശ്യം ഡിജിറ്റ് ഉപയോഗിക്കും, 12 എന്നതാണ് ഇതിൻ്റെ അർത്ഥം. ക്ലിയർ ആകുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. നമുക്ക് 1 മുതൽ 100 വരെ എഴുതുന്നതിന് in order to write 1 to 100 or we have to use 192 digits. You have to use 192 digits. അതെങ്ങനെയാ വരുന്നത്? നമുക്കറിയാം 1 മുതൽ 100 വരെ എഴുതുമ്പോൾ 0 എത്ര പ്രാവശ്യം ഉപയോഗിക്കും? ഫോർ എക്സാമ്പിൾ 10 0 ഉണ്ട്, 20 0 ഉണ്ട്, 30 0 ഉണ്ട്, 40 ഉണ്ട്, 100 2 0 ഉണ്ട്. അങ്ങനെ 0 11 ടൈംസ് ഉപയോഗിക്കും. 1 എത്ര പ്രാവശ്യം ഉപയോഗിക്കും? 1 1 ഉണ്ട്, 11 ഉണ്ട്, 21 ഉണ്ട്, 31 ഉണ്ട്, 41 ഉണ്ട്, 100 വരെ ഉണ്ട്. അതുകൂടാതെ 11 മുതൽ 19 വരെ നമ്മൾ 1 ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ 21 പ്രാവശ്യം ഉപയോഗിക്കും. ബാക്കിയുള്ള നമ്പറുകൾ എന്ന് പറഞ്ഞാൽ ഏത് വരും? 2 മുതൽ 9 വരെയുള്ള 8 സംഖ്യകൾ, ഓരോ സംഖ്യകളും നമ്മൾ 20 പ്രാവശ്യം ഉപയോഗിക്കും. അങ്ങനെ 8 സംഖ്യകൾ നമ്മൾ 160 പ്രാവശ്യം ഉപയോഗിക്കും. അങ്ങനെ 1 മുതൽ 100 വരെ എഴുതണമെങ്കിൽ നമ്മൾ 192 ടൈംസ് ഡിജിറ്റ്സ് ഉപയോഗിക്കണം. 160 + 21 + 11 = 192 ടൈംസ് നമ്മൾ ഡിജിറ്റ്സ് ഉപയോഗിക്കണം. അപ്പോൾ 1 മുതൽ 100 വരെ എഴുതണമെങ്കിൽ you have to use 192 digits in order to write or in order to print first 100 pages like 1, 2, 3, etc. You have to use how many digits? You have to use 192 digits. ഓക്കെ, നമുക്ക് ആദ്യത്തെ എത്ര ഡിജിറ്റ് ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്? 1554 ഡിജിറ്റ്സ് ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 1554-ൽ 192 ഡിജിറ്റ്സ് ഉപയോഗിച്ച് നമ്മൾ 1 മുതൽ 100 വരെ എഴുതി. റിമൈനിങ് ഡിജിറ്റ്സ് ഈസ് ഈക്വൽ ടു എത്രയുണ്ട്? റിമൈനിങ് ഡിജിറ്റ്സ് ഈസ് ഈക്വൽ ടു എത്ര വരും? ദാറ്റ് ഈസ് 1554 minus 192, that is 1362 digits. ഈ 1362 ഡിജിറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോകുന്നത്? ബാക്കിയുള്ള പേജസ് ഇടാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി എത്ര പേജ് ഇട്ടു? ഓൾറെഡി നമ്മൾ 100 പേജ് ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് 101 മുതലാണല്ലോ എഴുതുന്നത്. 101 മുതൽ എഴുതി പോകുമ്പോൾ 101, 102, 103 എക്സെട്ര ഇങ്ങനെ എഴുതി പോകണമെങ്കിൽ യു ഹാവ് ടു യൂസ് 3 digits every time. 3 digits every time. Or in order to write every 3-digit number, you have to use 3 digits. സോ 1362 ഡിജിറ്റാണ് എനിക്ക് അവശേഷിക്കുന്നത് അല്ലേ? അതിന് ഓരോ ഡിജിറ്റ് എഴുതുമ്പോഴും ഞാൻ 3 പ്രാവശ്യം ഡിജിറ്റ് ഉപയോഗിക്കുന്നില്ല, 3 ഡിജിറ്റ് ഉപയോഗിക്കുന്നെങ്കിൽ എത്ര നമ്പേഴ്സ് എഴുതാൻ സാധിക്കും? ദാറ്റ് ഈസ് 1362 ഡിവൈഡഡ് ബൈ 3 = 454 numbers. So I could write next 454 numbers. Means I could write numbers from 101, 102,
103, etc., up to 454 using these 1362 digits. ഓക്കെ, 1362 ഡിജിറ്റ്സ് ഉപയോഗിച്ച് 101 മുതൽ 454 വരെ എഴുതാൻ സാധിക്കും. ഓൾറെഡി ഞാൻ 1, 2, 3, etc., 100 വരെ എഴുതി. എത്ര ഡിജിറ്റ് ഉപയോഗിച്ച്? 192 ഡിജിറ്റ് ഉപയോഗിച്ച് ഞാൻ എഴുതി കഴിഞ്ഞു. അപ്പൊ അങ്ങനെയാണ് എൻ്റെ ബുക്കിന് എത്ര പേജായി? 1 മുതൽ 454 വരെ പേജായി. സോറി, 1 മുതൽ 100 വരെയും പിന്നീട് 454 പേജസ് ഞാൻ എഴുതി. Question number 84 repeat ചെയ്യുന്നു. Question number 84. A printer numbers the pages of a book starting with 1 and uses 1554 digits in all. How many pages does the book have? Option A 455, option B 554, option C 612, option D 374. ക്വസ്റ്റ്യൻ നോക്കാം. അതായത് ഒരു പ്രിന്ററിൽ ഒരു ബുക്കിന് പേജ് ഇടുകയാണ്. ആ പേജ് ഇടുമ്പോൾ 1 മുതൽ ആ പേജ് ഇടുന്നേ. അങ്ങനെ പേജ് ഇടുമ്പോൾ 1554 ഡിജിറ്റ്സ് ഉപയോഗിക്കുന്നു. ഇതെന്താ മനസ്സിലാക്കുന്നത്? ഫോർ എക്സാമ്പിൾ 100 എന്ന് എഴുതണമെങ്കിൽ 100 3 ഡിജിറ്റ് ഉപയോഗിക്കണം. 112 എന്ന് എഴുതണമെങ്കിലോ 112 3 ഡിജിറ്റ് ഉപയോഗിക്കണം. 26 എന്ന് എഴുതണമെങ്കിലോ 26 2 ഡിജിറ്റ് ഉപയോഗിച്ചാൽ മതി. അപ്പൊ അങ്ങനെ 1554 ഡിജിറ്റ് ഉപയോഗിച്ചിട്ടാണ് ഇവര് ഈ പറയുന്ന നമ്പറിംഗ് നടത്തുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ബുക്കിന് എത്ര പേജ് ഉണ്ടെന്നുള്ളതാ ചോദ്യം. നമുക്കറിയാം, ഇൻ ഓർഡർ ടു റൈറ്റ് ഫസ്റ്റ് 100 നാച്ചുറൽ നമ്പേഴ്സ്, ദാറ്റ് ഈസ് ഇൻ ഓർഡർ ടു റൈറ്റ് നമ്പേഴ്സ് ഫ്രം 1 to 100 you have to use 192 digits. ഇതെങ്ങനെയാണ് വരുന്നത്? ഫോർ എക്സാമ്പിൾ 0 എന്ന് പറഞ്ഞ സംഖ്യ 1 മുതൽ 100 വരെ എഴുതണമെങ്കിൽ 10-ലുണ്ട്, 20-ലുണ്ട്, 30-ലുണ്ട്, 40-ലുണ്ട്, 100-ൽ 2 പ്രാവശ്യമുണ്ട്. അങ്ങനെ 0 എന്ന് പറയുന്ന സംഖ്യ നമ്മൾ 11 ടൈംസ് ഉപയോഗിക്കുന്നു. സിമിലർലി 1 എന്ന് പറയുന്ന സംഖ്യ നമ്മൾ 21 ടൈംസ് ഉപയോഗിക്കുന്നു. അതായത് 1-ലുണ്ട്, 11-ലുണ്ട്, 21-ലുണ്ട്, 1 മുതൽ 19 വരെ ഉണ്ട്. അങ്ങനെ 21 പ്രാവശ്യം ഉപയോഗിക്കുന്നു. ബാക്കി സംഖ്യകൾ, അതായത് 2 മുതൽ 9 വരെയുള്ള സംഖ്യകൾ, അതായത് 8 സംഖ്യകൾ, ഓരോ സംഖ്യയും നമ്മൾ 20 പ്രാവശ്യം വെച്ച് ഉപയോഗിക്കുന്നു. അങ്ങനെ 160 പ്രാവശ്യം നമ്മൾ ഉപയോഗിക്കുന്നു. 160 ടൈംസ് നമ്മൾ ഉപയോഗിക്കുന്നു. ഓക്കെ, 160 ടൈംസ് നമ്മൾ ഉപയോഗിക്കുന്നു. അങ്ങനെ ആകെ നമ്മൾ എത്ര പ്രാവശ്യം? 192 ഡിജിറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ 1 മുതൽ 100 വരെ എഴുതുന്നത്. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നോക്കാം. ആകെ നമ്മുടെ കയ്യിലുള്ളത് 1554 ഡിജിറ്റ്സ് ആണ്. അതിൽ 192 ഡിജിറ്റ്സ് ഉപയോഗിച്ച് നമ്മൾ 1 മുതൽ 100 വരെ എഴുതി. എങ്കിൽ ബാക്കി ഡിജിറ്റ്സ് എത്ര? ബാക്കി ഡിജിറ്റ്സ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 1362 ഡിജിറ്റ്സ് ആണ് റിമൈനിങ് ഡിജിറ്റ്സ്. ഈ ഡിജിറ്റ് ഉപയോഗിച്ചാണ് ആദ്യം 1 മുതൽ നമ്മൾ 100 വരെ എഴുതി. എത്ര ഡിജിറ്റ് ഉപയോഗിച്ചു? 192 ഡിജിറ്റ് ഉപയോഗിച്ചു. ഇനി എത്ര മുതൽ നമുക്ക് എഴുതേണ്ടിയേ? നമുക്ക് 101 മുതൽ എഴുതണം അല്ലേ? ഇനി നമ്മൾ 101 മുതൽ എഴുതാൻ പോവുകയാണ്. 101, പിന്നെ 102, 103, എക്സെട്ര നമ്മൾ എഴുതി മുന്നോട്ട് പോകും. അങ്ങനെ എഴുതി മുന്നോട്ട് പോവുകയാണ്. അത് എഴുതാൻ വേണ്ടി നമ്മുടെ കയ്യിൽ എത്ര ഡിജിറ്റ് ഉണ്ട്? നമ്മുടെ കയ്യിലുള്ളത് 1362, 1362 ഡിജിറ്റാണ് ഉള്ളത്. 101 എഴുതണമെങ്കിൽ 3 പ്രാവശ്യം നമ്മൾ ഡിജിറ്റ് ഉപയോഗിക്കുന്നുണ്ട്. 102 ആണെങ്കിലോ ഇവിടെയും 3 ഡിജിറ്റ് ഉപയോഗിക്കുന്നുണ്ട്. 103 അവിടെയും 3 ഡിജിറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 1362 ഡിജിറ്റ് ഉപയോഗിച്ച് നമുക്ക് ഇനിയും എത്ര സംഖ്യകൾ എഴുതാം? 1362 ഡിജിറ്റ് ഉപയോഗിച്ച് എനിക്കിനിയും 1362 ഡിവൈഡഡ് ബൈ 3 ദാറ്റ് ഈസ് ഈക്വൽ ടു എനിക്കിനിയും 454 ഡിജിറ്റ്സ് ഇനിയും എഴുതാം. ഓക്കെ, അപ്പം 101 മുതൽ 454 ഡിജിറ്റ്സ് കൊണ്ട് എഴുതുക. അപ്പോൾ എനിക്ക് എത്ര എഴുതാം? ദാറ്റ് ഈസ് ടോട്ടൽ 100 ഓൾറെഡി എഴുതി, പ്ലസ് ഇനിയും എനിക്ക് 454 ഡിജിറ്റ്സ് കൂടി എഴുതാം. ടോട്ടൽ എത്ര എഴുതാം? 554 നമ്പേഴ്സ് എഴുതാൻ സാധിക്കും. സോ ഹൗ മെനി നമ്പേഴ്സ് ഐ ക്യാൻ റൈറ്റ്?
from 1 to 554. I could write 554 numbers using 1554 digits. So my answer is 1554. Option B is the correct answer. 1554 ഡിജിറ്റുകൾ ഉപയോഗിച്ച് 554 പേജ് നമ്പർ ഇടാൻ വേണ്ടി എനിക്ക് സാധിക്കും. എൻ്റെ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഫാക്ടർ എന്ന് പറയുന്നത് ആദ്യത്തെ 100 പേജ് ഇടാൻ വേണ്ടി 192 ഡിജിറ്റാണ് ഉപയോഗിക്കുന്നത്. ബാക്കി വരുന്ന 1362 ഡിജിറ്റ് എൻ്റെ കയ്യിലുണ്ട്. ഓരോ 3 അക്ക സംഖ്യയ്ക്ക് ഞാൻ 3 ഡിജിറ്റ് ഉപയോഗിക്കുന്നു. അങ്ങനെ 1362 ഡിവൈഡ് ബൈ 3 ആയ 454 സംഖ്യകൾ ഇനിയും എഴുതാൻ എനിക്ക് സാധിക്കും. അഥവാ 454 പേജുകൾ എനിക്ക് ഇനി എഴുതാൻ സാധിക്കും. ഓൾറെഡി ഞാൻ 100 പേജ് വരെ ഇട്ടു. ഇനിയും 454 എഴുതാൻ സാധിക്കുമെങ്കിൽ 100 + 454 100 + 454 സമം 554 പേജുകളാണ് എനിക്ക് ആകെ എഴുതാൻ വേണ്ടി സാധിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 4 children W, X, Y and Z divide a bag of sweets. W takes 1/3 of them, X 2/5 of the remainder, rest is equally shared between Y and Z. If the number of sweets received by Y and Z are 24 each, then what will be the number of sweets obtained by X? Option A 48, option B 30, option C 24, option D 32. Look at the question. Here we have ഒന്നെങ്കിൽ നിങ്ങൾക്ക് എക്സ് ആണ്, ആകെ എക്സ് ക്വാണ്ടിറ്റി ഉണ്ടെന്ന് എടുക്കാം. ഞാൻ അങ്ങനെ എടുക്കുന്നില്ല. പകരം ഹിയർ യു ഹാവ് 2 fractions 1/3 and 2/5. You can take the LCM of denominators, that is LCM of 3, 5 as the whole number, that is equal to 15. Since 15 is a odd number, we can convert it as an even number, that is 15 into 2, or you can take any multiple of 15. You can take 15 itself or any multiple of 15. 15 ഏതെങ്കിലും multiple എടുക്കാം. 15 into 2 30. That there are total 30 seats. എങ്ങനെയാണ് 30 seats വന്ന് മനസ്സിലായോ? I could take the LCM of 3, 5 so that there are 30 seats. 30 seats ഉണ്ടെങ്കിൽ share of W എത്രയാണ്? Therefore share of W is equal to 30 into 1/3 is equal to 10 sweets. Similarly, share of X എത്ര വരും? 2/5 of the remainder. How much is remainder? 2/5 of 30 minus 10 is equal to 2/5 of 20 is equal to 8 sweets. Remaining sweets is shared between Y and Z. ആകെയുള്ള സ്വീറ്റ്സിൽ 10 സ്വീറ്റ്സ് W കൊണ്ടുപോയി, 8 സ്വീറ്റ്സ് എക്സിന് കൊടുത്തു. റിമൈനിങ് സ്വീറ്റ്സ് എത്ര? റിമൈനിങ് സ്വീറ്റ്സ് is equal to 20 minus 8 is equal to 12 sweets. Therefore share of X and Y is equal to രണ്ടുപേരും ഈക്വലി ഷെയർ ചെയ്തു. 12/2 is equal to 6 sweets each. ഓരോരുത്തരും 6 sweets വെച്ചെടുത്തു. Therefore W is to X is to Y is to Z. Sweets എത്ര വരും? Wന്റെ കയ്യിൽ there are 10 sweets, X 8, Y Z 6. So ratio of sweets of W is to X is to Y is to Z is equal to 5 is to 4 is to 3 is to 3. And it is clearly given in the question that Y and Z each receives 24 sweets. Each receives 24 seats. So 3 ratio is equal to 24. Since 3 ratio is equal to 24, that is 1 ratio is equal to 8. So our question is find the number of sweets with X എന്നാണ്. ഇപ്പൊ നോക്കിയേ, ഡബ്ല്യുവിൻ്റെ ഈ 5 റേഷ്യോ സീറ്റ്സ് ഉണ്ടെങ്കിൽ, എക്സിൻ്റെ ഈ 4 റേഷ്യോ ആണെങ്കിൽ, വൈയുടെ കയ്യിൽ 3 റേഷ്യോ ആണെങ്കിൽ, ഇസിഡിൻ്റെ കയ്യിൽ 3 റേഷ്യോ. 3 റേഷ്യോയുടെ വാല്യൂ ആണ് 24 എങ്കിൽ 1 റേഷ്യോയുടെ വാല്യൂ 8 ആണെങ്കിൽ എക്സിൻ്റെ എത്ര സീറ്റ്സ് ഉണ്ട്? 4 into 8 is equal to 32 seats. So how many seats are with X? We will get the answer as 32 seats.
So your option is option D. Option D, 32 seats is the correct answer. So we can look at question number 86. Out of 15 persons, 14 persons spent rupees 75 each for their meals. The 15th person spent rupees 70 more than the average expenditure of all the 15. The total money spent by all of them was rupees 1150, rupees 1055, rupees 1120 and rupees 1200. നമുക്ക് ഈ ക്വസ്റ്റിനെ രണ്ട് രീതിയിൽ ചെയ്യാം. അപ്പം നോക്കുക, ലെറ്റ് ദ ആവറേജ് എക്സ്പെൻഡിച്ചർ ഓഫ് or average spending of 15 persons is equal to x. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, നമുക്ക് നോക്കാം ടോട്ടൽ സ്പെൻഡിങ് എത്ര വരും. 15 ആൾക്കാരാണ് നമുക്കുള്ളത് അല്ലേ. 14 ആൾക്കാർ 75 രൂപ വെച്ച് ചിലവാക്കുന്നു. 14 × 75 14 × 75 പ്ലസ് 15ാമത്തെ ആളാകട്ടെ ആവറേജിനേക്കാളും 70 കൂടുതൽ ഇടുന്നു. ആവറേജ് എക്സ് ആണ്, ആവറേജ് എക്സ് ആണെങ്കിൽ എക്സിനേക്കാളും 70 കൂടുതൽ ഇടുന്നു. ദാറ്റ് ഈസ് എക്സ് പ്ലസ് 70. ഇപ്പം എത്ര ആൾക്കാരായി? 15 ആൾക്കാരുടെ സ്പെൻഡിങ് ആയി. ദിസ് ഈസ് ദ 14 ആൾക്കാരുടെ സ്പെൻഡിങ് 14 × 75 പ്ലസ് 15ാമത്തെ ആളുടെ സ്പെൻഡിങ് എക്സ് പ്ലസ് 70. സോ 14 × 75 പ്ലസ് എക്സ് പ്ലസ് 70 ഡിവൈഡഡ് ബൈ 15. 15 ആൾക്കാരുടെ ആവറേജ് നമുക്ക് കിട്ടി is equal to 15x. Total money spent by the is equal to 15x. അപ്പോൾ അവരുടെ ആവറേജ് ആയല്ലോ. ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസറിലേക്ക് പോകാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതൊരു കാൽക്കുലേഷൻ ബേസ്ഡ് പ്രോബ്ലം ആയിട്ട് നമുക്ക് വരുന്നത്. എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവറേജ് കിട്ടും. ആവറേജ് കിട്ടിക്കഴിഞ്ഞാൽ 15x എന്ന് പറയുന്നതാണ് ടോട്ടൽ സം. കാരണം നമുക്കറിയാം ആവറേജ് ഈസ് ഈക്വൽ ടു sum divided by number. So you have to find out the sum of spending. That is sum is equal to average into number. or x ന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഇതിനെക്കുറിച്ച് ഈ കാൽക്കുലേഷൻസ് ഇല്ലാതെ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ നമുക്കറിയാം 14 ആൾക്കാരും 14 മെന്നുണ്ട്. ഓരോരുത്തരും 75 രൂപ വെച്ച് സ്പെൻഡ് ചെയ്തു. 15ാമത്തെ ആള് അവരുടെ ആവറേജ് വാല്യൂവിനേക്കാളും 70 മോറാണ് സ്പെൻഡ് ചെയ്തത് അല്ലെ. 15ാമത്തെ ആൾ ആവറേജ് വാല്യൂവിനേക്കാളും 70 മോർ സ്പെൻഡ് ചെയ്തു. അപ്പൊ ഈ 14 ആൾക്കാരും എത്രയോ സ്പെൻഡ് ചെയ്തു. 15ാമത്തെ ആള് 15 ആൾക്കാരുടെയും ആവറേജിനേക്കാളും 70 സ്പെൻഡ് ചെയ്തു. അപ്പൊ ഇയാൾക്ക് ഓൾറെഡി സ്പെൻഡ് ചെയ്യുന്നതിനേക്കാളും 70 നോർമലി സ്പെൻഡ് ചെയ്യേണ്ടത് ആവറേജ് ശരാശരി ഒരാൾക്ക് സ്പെൻഡ് ചെയ്യേണ്ടത് എത്രയാണോ അതിന് സ്പെൻഡ് ചെയ്യുന്നതിനേക്കാൾ 70 കൂടെ കൂടുതൽ ഇയാൾ സ്പെൻഡ് ചെയ്യുവാണ്. അപ്പോൾ എന്ത് ചെയ്യും? സോ ആവറേജ് സ്പെൻഡിങ് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ 70നെ നമ്മൾ 14 പേർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. ദാറ്റ് ഈസ് 70 ഡിവൈഡ് ബൈ 14 പ്ലസ് 75 എന്ന് പറയുന്നതാണ് ആവറേജ് സ്പെൻഡിങ്. ഓരോരുത്തരുടെയും ആവറേജ് സ്പെൻഡിങ് നമുക്ക് എടുക്കാൻ സാധിക്കും. That is 70 by 14. That is equal to 5. That is 75 plus 5 is equal to 80. So 80 is the average spending. If 80 is the average spending and there are 15 persons, find the sum of money. Sum of money is equal to 15 into 80. 15 into 80 is equal to നമുക്കറിയാം 15 into 80 is equal to 15 into 4 നമുക്കറിയാം 15 into 4 എന്ന് പറയുന്നത് 60 ആണ്. 15 into 8 120 ആണ്. സോ യുവർ ആൻസർ is equal to 1200. ഉണ്ടോ? വളരെ ഷോർട്ടായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. വലിയ കാൽക്കുലേഷൻസ് ഒന്നും ആവശ്യമില്ല. കാൽക്കുലേഷൻസ് ചെയ്താലും നമുക്ക് ആൻസർ എക്സ് കിട്ടും. എക്സ് കിട്ടിക്കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ 80 കിട്ടും. 80 കിട്ടിക്കഴിഞ്ഞാൽ 15 into 80 നമുക്ക് ചെയ്യാൻ സാധിക്കും. എക്സ് ഈസ് ഈക്വൽ ടു 80 കിട്ടും. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ 15 into 80 ഈസ് ഈക്വൽ ടു നമുക്ക് 1200 ആൻസർ കിട്ടും. പക്ഷെ ഇത്രയും ലെന്തിയായി പോകേണ്ട ആവശ്യമില്ല. ഒന്നുകൂടെ പറയാം, ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ തന്നെ അറിയാം 15 ആൾക്കാരാ ഉള്ളത്.
14 ആൾക്കാരുടെയും സ്പെൻഡിങ് എന്ന് പറയുന്നത് 75 ഈച്ച് ആണ്. ഓരോരുത്തർ 75 വെച്ച് സ്പെൻഡ് ചെയ്യുന്നു. 15ാമത്തെ ആവറേജ് 70 മോർ ദാൻ ദി ആവറേജ്. 15ാമത്തെ ആള് 70 മോർ ദാൻ ദി ആവറേജ് എക്സ്പെൻഡിച്ചർ ഓഫ് ഓൾ ദ 15 എന്ന് പറഞ്ഞാൽ നോർമലി ഓരോരുത്തരും ചെയ്യേണ്ടത് ആവറേജ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ശരാശരി ഓരോരുത്തരും ചെയ്യേണ്ടതിനേക്കാളും 70 രൂപ ഇയാൾ അധികമായി ചെയ്യുന്നു. ഈ 70നെ 14 പേർക്കുമായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഒരാൾക്ക് 5. 75 plus 5, that is 80. So 80 is the average spending of one person. Since there are 15 persons, ആകെ 15 ആൾക്കാരുള്ളത് കൊണ്ട് ടോട്ടൽ സ്പെൻഡിങ് ഈസ് ഈക്വൽ ടു 15 ഇൻറ്റു 80 ഈസ് ഈക്വൽ ടു 1200 എന്ന് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രഡീഷണൽ മെത്തേഡിൽ വേണമെങ്കിലും ആൻസർ ചെയ്യാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ. The average of 11 consecutive even numbers is 24. What was the difference between highest and the lowest number? ഇപ്പോൾ നമുക്കറിയാവുന്ന കേസ് ആവറേജ് ഓഫ് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ഈസ് ദ മിഡ് ടേം. ഓക്കെ, ഇനി ഇവിടെ നമുക്കറിയാം അപ്പോൾ മിഡ് ടേം എന്ന് പറയുന്നതാണ് ആവറേജ്. ഇനി ഇത് ഈവൻ നമ്പർ എന്നാണ് പറഞ്ഞേക്കുന്നത്, അതായത് ഓരോ നമ്പറിൻ്റെയും ഗ്യാപ്പ് 2 ആണ്. ഈ മിഡ് ടേമിൽ നിന്ന് 5 ഇൻറ്റു 2 സമം 10 നമ്പേഴ്സ് ഫ്രണ്ടിലോട്ട് നിൽക്കും. മിഡ് ടേം എക്സ് ആണെങ്കിൽ എക്സിൽ നിന്നും 10 നമ്പേഴ്സ് ഫ്രണ്ടിലോട്ടും കാണും. കാരണം ഒരു കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പർ എന്ന് പറയുന്നു, ഓരോ സംഖ്യകൾ തമ്മിലുള്ള ഗ്യാപ്പ് 2 ആണ്. അങ്ങനെ 5 നമ്പേഴ്സ് കാണണം. കാരണം 11 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് നമുക്കുള്ളത്. അപ്പോൾ 5 നമ്പേഴ്സ് ഇങ്ങോട്ട് കാണണം. 1, 2, 3, 4, 5. അതേപോലെ തന്നെ മിഡ് ടേമിനേക്കാളും 5 നമ്പേഴ്സ് ലെഫ്റ്റിലോട്ടും കാണണം. 1, 2, 3, 4, 5. ഓരോ സംഖ്യകൾ തമ്മിലുള്ള ഗ്യാപ്പ് ഇവിടെയും 2 തന്നെയാണ്, കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആണ്. അപ്പോൾ ഇവിടെ നിന്നാണ് എക്സ് പ്ലസ് 10 ആണ് മുമ്പോട്ട് വരുന്നതെങ്കിൽ ഇത് എക്സ് മൈനസ് 10 ആയിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ചോദ്യം എന്താണ്, ഇവിടെ ലാർജസ്റ്റ് നമ്പറും സ്മോളസ്റ്റ് നമ്പറും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഇവിടെ ഹയസ്റ്റ് നമ്പർ എത്രയാണ്? എക്സ് പ്ലസ് 10. ദാറ്റ് ഈസ് യുവർ ആൻസർ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 10 മൈനസ് എക്സ് മൈനസ് 10 ഈസ് ഈക്വൽ ടു 20. ഇവിടെ വേറെ ഒരു ഇക്വേഷൻ ഒന്നും വേണ്ട, നിങ്ങളുടെ നോർമൽ ലോജിക്ക് മാത്രം മതി. എന്താ നോർമൽ ലോജിക്ക്? നമുക്കറിയാം ഒരു കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആണെങ്കിൽ അതിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് മിഡ് ടേം ആയിരിക്കും. ഇവിടെ 11 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സാണ് ഉള്ളത്. അപ്പോൾ ആവറേജ് എന്ന് പറയുന്നത് മിഡ് ടേം ആയ എക്സ് ആയിട്ട് ഞാൻ ഇങ്ങ് എടുത്തു. ഇത് കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് ആണ്. അപ്പോൾ ഒരു സംഖ്യ തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ നടുക്കത്തെ സംഖ്യ എക്സ് ആണെങ്കിൽ അതിന് മുമ്പോട്ടും 5 എണ്ണം കാണണം, പുറകോട്ടും 5 എണ്ണം കാണണം. ദാറ്റ് ഈസ് ഓരോ സംഖ്യകളുടെയും ഗ്യാപ്പ് 2 ആയതുകൊണ്ട് 5 ഇൻറ്റു 2 10 ഗ്യാപ്പുകൾക്ക് ശേഷം എക്സ് പ്ലസ് 10 എന്ന് പറയുന്നതായിരിക്കും മുമ്പോട്ട് വരുന്ന സംഖ്യ. 10 ഗ്യാപ്പുകൾക്ക് പുറകിലായിട്ട് എക്സ് മൈനസ് 10 എന്ന് പറയുന്നതായിരിക്കും പുറകോട്ടുള്ള സംഖ്യ. അങ്ങനെയാണെങ്കിൽ ലാർജസ്റ്റ് വാല്യൂ എക്സ് പ്ലസ് 10, സ്മോളസ്റ്റ് വാല്യൂ എക്സ് മൈനസ് 10, ഡിഫറൻസ് എക്സ് പ്ലസ് 10 മൈനസ് എക്സ് മൈനസ് 10 ഈസ് ഈക്വൽ ടു 20 എന്ന് ആൻസർ എഴുതി മുമ്പോട്ട് പോകാൻ സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 15% ഓഫ് സാലറി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 40% ഓഫ് സാലറി ഓഫ് വൈ. 25% of salary of y is equal to 30% of salary of z. If x salary is 80,000, then the total salary of xy is nana. അപ്പോൾ ഇവിടെ നമുക്കറിയാം 15% of x is equal to 40% of y എന്നാണ് അല്ലേ. ദാറ്റ് ഈസ് എക്സ് ഇവിടെ കിടക്കുന്നു ഡിവൈഡ് ബൈ വൈ, എക്സ് ബൈ വൈ, വൈ ഇങ്ങോട്ട് കൊണ്ടുവന്നു, ഇസ് ഈക്വൽ ടു 40/15 ഇസ് ഈക്വൽ ടു 2ഉം 5ന്റെ മൾട്ടിപ്പിൾ ആണ് 8/3. ഇവിടെ നമുക്ക് എക്സ് ബൈ വൈ എന്ന് പറയുന്ന എക്സ്പ്രഷൻ നമുക്ക് കിട്ടി. അടുത്ത കൺസെപ്റ്റ് പറയുന്നത് എന്താണ്? ഇതാണ്, ദാറ്റ് ഈസ് 25% സാലറി ഓഫ് വൈ ഈസ് ഈക്വൽ ടു 30% സാലറി ഓഫ് ഇസഡ്. ദാറ്റ് ഈസ് ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ വൈ ബൈ ഇസഡ് നമുക്ക് കിട്ടും. വൈ അവിടെ കിടക്കുന്ന ഇസഡിനെ ഇങ്ങോട്ട് വന്നു. ദാറ്റ് ഈസ് 30/25 ഈസ് ഈക്വൽ ടു 6/5. ഇവിടെ നോക്കിയേ, ഇവിടെ വൈ എന്ന് പറയുന്ന എലമെന്റ് രണ്ടിടത്തും കോമൺ ആണ്.
ഫോർ എക്സാമ്പിൾ ഇവിടെ y എന്ന് പറയുന്ന എലമെന്റ് ഉണ്ട്, ഇവിടെയും y എന്ന് പറയുന്ന എലമെന്റ് ഉണ്ട്. എന്നാൽ വൈയുടെ വാല്യൂ രണ്ടിടത്തും വ്യത്യാസമാണ്. ഇവിടെ വൈയുടെ വാല്യൂ 8 ആണ്, ഇവിടെ വൈയുടെ വാല്യൂ 6 ആണ്. വൈക്ക് നമുക്ക് കോമൺ വാല്യൂ നമുക്ക് കൊണ്ടുവരേണ്ടിയിരിക്കുന്നു അല്ലേ? അപ്പോൾ കോമൺ വാല്യൂ കൊണ്ടുവരണം എന്ത് ചെയ്യണം? വൈയുടെ വാല്യൂ ഇവിടെ വൈയുടെ വാല്യൂ 3 ആണ്, ഇവിടെ വൈയുടെ വാല്യൂ 6 ആണ്. വൈയുടെ വാല്യൂ കോമൺ വാല്യൂ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ 8/3 എന്നുള്ളതിനെ 2 വെച്ച് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ x/y എന്നുള്ള റേഷ്യോ എന്തായിട്ട് മാറും? അത് 16/6 എന്നാകുന്നു. 16/6 എന്ന് പറഞ്ഞാലും 8/3 തന്നെയാണ്, വിലയ്ക്ക് വ്യത്യാസമൊന്നുമില്ല. സോ യു വിൽ ഗെറ്റ് 8/6 x/y as 16/6 and y/z as 6/5. Now you have the common element y in both the case, but the value of y is same 6. So you can write x is to y is to z as x is to y is to z as 16 is to 6 is to 5. Again, you know, in the question it is clearly mentioned that x salary is 80,000. That is 16 is to 6 is to 5 means 16x, 6x and 5x respectively are the salaries of x, y and z. That is 16x is equal to 80,000. Therefore, x is equal to 80,000 divided by 16 is equal to 5,000. Therefore, our question is, you have to find out the total salary of x, y and z. Total salary, we know the salary of x is 16x, salary of y is 6x, and salary of z is 5x. Therefore, total salary is equal to 16x plus 6x plus 5x is equal to 27x. So your answer is equal to 27 into 5,000. 27 into 5,000 is equal to, 27 into 5,000. That is 27 into 5. 27 into 5 is equal to 135. That is 135,000. So your answer is equal to 1,35,000. So in our question, correct answer is option B, 1,35,000. Okay. We can go to next question. In a fraction, if numerator is increased by 35%, denominator is decreased by 5%, then what fraction of the original is the new fraction? Okay, we can take the fraction as x/y. When x is increased by 35% means now it becomes 135x, and it becomes 1 decreased by 5% means 95y. So 135x divided by 95y is equal to, both 135 and 95 are multiples of 7. We can write it as 27 divided by 19 of x/y. So our question is, what fraction of the original is the new fraction? So x/y is the original fraction. New fraction is 27, x/y is the new fraction. So our question is, what fraction of the original? Original etra fraction ആണ് new fraction. The answer is equal to, the new fraction is 27/19 of x/y. So your answer is 27/19 of original fraction. So your answer is option C, 27/19. Go to next question. BSc seats for mathematics, physics and chemistry in a college are in the ratio of 5:3:2. There is a proposal to increase these seats by 50%, 30% and 20% respectively. What will be the ratio of increased seats? The BSc physics seats of mathematics, physics and chemistry in the ratio 5:3:2. You can take it as 500, 300, 200 respectively. 500, 300, 200 means these are the values of
mathematics, physics and chemistry, the normal ratio is 5:3:2 itself. റേഷ്യോയ്ക്ക് ഒരു മാറ്റവും ഇല്ല. പിന്നെ ന്യൂ കണ്ടീഷൻ എന്താണ്? ദിസ് ഈസ് ഇറ്റ് വാസ് ഓൾഡ് കണ്ടീഷൻ. ദ ന്യൂ കണ്ടീഷൻ എന്താ വന്നേക്കുന്നത്? ന്യൂ കണ്ടീഷൻ എന്ന് പറയുന്നത് 500 എന്ന് പറയുന്നത് 50% കൂടി. എന്താ 50%? 50% 1/2 കൂടി. 500 പ്ലസ് 500 പകുതി 250 is equal to 750. 750 is the new mathematics seats. Similarly, നമുക്ക് 300 ആയിരുന്ന ഫിസിക്സ് സീറ്റ് 30% കൂടി. 10% ഓഫ് 300 എന്നീ നമ്പർ കാണാൻ വേണ്ടി ഒരു സ്ഥാനം എടുത്തോട്ട് മാറ്റി കിട്ടിട്ടാൽ മതി. സോ 10% ഓഫ് 300 is equal to 30 നമുക്ക് കിട്ടും. ഒരു സ്ഥാനം എടുത്തോട്ട് മാറ്റി കൊടുത്തിട്ടാൽ മതി. 10% 30 ആണെങ്കിൽ 30% എത്ര? സോ 300 plus 30% of 300, that is 90. So you will get the answer as 390. Again, 200 20% കൂടി. 10% of 200 is equal to 20. Therefore, 20% of 200 is equal to 40. So the new ratio condition is equal to 750, 390 and 240. That is 75 is to 39 is to 24. That is ഇതെല്ലാം നമുക്കറിയാം. These are the multiples of 3. That is 25 is to 13 is to 8. So you will get the new ratio as 25 is to 13 is to 8. So 25 is to 13 is to 8 is equal to option B. ഓർക്കുക, ഏത് സംഖ്യയുടെയും 10% കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഒരു സ്ഥാനം ഇടത്തോട്ട് മാറ്റി കൊടുത്തിട്ടാൽ മതി. അപ്പം നമ്മൾ 500ന്റെ 50%, അതായത് 250 500നോട് കൂട്ടിക്കൊടുത്തു, 750 കിട്ടി. 300ന്റെ 30%, 10% 300 30 ആണെങ്കിൽ 30% 90, അത് 300നോട് കൂട്ടിക്കൊടുത്തു, 390 കിട്ടി. 200ന്റെ 20%, 10% 20 ആണെങ്കിൽ 20% 40 ആണെങ്കിൽ 240 കിട്ടി. പുതിയ കണ്ടീഷനിലെ റേഷ്യോ നമുക്ക് എടുത്തു. ആ റേഷ്യോ നമുക്ക് 25 is to 13 is to 8 എന്ന് കിട്ടുകയും ചെയ്തു. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 91. A1, A2 and A3 enter into a partnership. They invest rupees 25, 75,000 and 1,25,000 respectively. At the end of first year, A2 withdraws 25,000. End of second year, A3 withdraws 75,000. In which ratio will the profit be shared at the end of 3 years? ഇപ്പോൾ നമുക്കറിയാവുന്ന കാര്യം, ഓരോരുത്തരുടെയും ഇൻവെസ്റ്റ്മെന്റ് നമുക്കറിയാം. ആരുടെയൊക്കെ ഇൻവെസ്റ്റ്മെന്റ് അറിയാവുന്ന? A1 അറിയാം, A2 അറിയാം, A3 അറിയാം. A1ന്റെ ഇൻവെസ്റ്റ്മെന്റ് എത്ര? 25,000 ഇൻവെസ്റ്റ് ചെയ്യുന്നു, 25,000. ആൻഡ് A2 75,000. A3 1,25,000 അല്ലെ? അറ്റ് ദി എൻഡ് ഓഫ് ഫസ്റ്റ് ഇയർ, എത്ര വർഷത്തേക്കാണ് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത് പറയുന്നില്ല. അടുത്ത ലാസ്റ്റാ പറയുന്നത് 3 year എന്ന് പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് എന്താണ്? അറ്റ് ദി എൻഡ് ഓഫ് ഫസ്റ്റ് ഇയർ, ഒരു വർഷത്തിന് ശേഷം എ വിഡ്രോസ് 25,000. അപ്പം പീരീഡ് നമുക്ക് നോക്കാം. പീരീഡ് എന്താണ്? ഫസ്റ്റ് ഇയർ A2 വിഡ്രോസ് 25,000. A2 25,000 ഒരു വർഷം കഴിയുമ്പോൾ വിഡ്രോ ചെയ്യുന്നു. നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ബാങ്കിൽ ഒരു 75,000 രൂപ ഇടുന്നു വിചാരിക്കുക. നിങ്ങളാണ് A2 എങ്കിൽ നിങ്ങൾ 75,000 രൂപ ബാങ്കിൽ ഇടുന്നു. എന്നിട്ട് നിങ്ങൾ ഒരു വർഷം കഴിയുമ്പം 25,000 പിൻവലിക്കുന്ന ഇമാജിൻ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 75,000 രൂപയായിട്ട് 1 year കിടക്കും. ബാക്കിയുള്ള 2 വർഷത്തേക്ക് 75,000 മൈനസ് 25,000 ആയ 50,000 റുപ്പീസ് ആണ് കിടക്കുന്നത്. 50,000 റുപ്പീസ് എത്ര നാളത്തേക്ക് കിടക്കും? 2 yearsലേക്ക് കിടക്കും. എങ്ങനെ 50,000 വന്നത്? 75,000 മൈനസ് 25,000. ഓക്കെ, ഇനി അടുത്ത ആളുടെ കേസോ A3 വിഡ്രോസ് 75,000 എന്നാണ്? അറ്റ് ദ എൻഡ് ഓഫ് സെക്കൻഡ് ഇയർ. ഓക്കെ, അപ്പോൾ A3യുടെ 1,25,000 റുപ്പീസ് 1,25,000 ആയിട്ട് തന്നെ 2 year കിടക്കുന്നു. പിന്നെ എന്നാ സംഭവിക്കുന്നത്? 1,25,000 റുപ്പീസിൽ നിന്ന് അയാൾ 75,000 റുപ്പീസ് വിഡ്രോ ചെയ്യുന്നു. ബാക്കി എത്രയാണുള്ളത്?
ബാക്കി 50,000 റുപ്പീസ് അവശേഷിക്കുന്നു. 50,000 റുപ്പീസാണ് ലാസ്റ്റ് 1 ഇയർ കിടക്കുന്നത്. A1ന്റെ കേസോ, A1 ആണെങ്കിൽ ഇടയ്ക്ക് വിഡ്രോ ചെയ്തതായിട്ടൊന്നും അവർ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ A1ന്റെ ഇൻവെസ്റ്റ്മെന്റ് 3 ഇയേഴ്സിലേക്ക് കിടക്കുന്നു. നമുക്ക് ഒന്നുകൂടി നോക്കാം. ആദ്യം നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് നോക്കാം. A1ന്റെ ഇൻവെസ്റ്റ്മെന്റ് 25,000 റുപ്പീസ് 3 ഇയേഴ്സിലേക്ക് കിടക്കുന്നു. ഇടയ്ക്ക് വിഡ്രോ ചെയ്യുന്നില്ല. ആദ്യമുള്ളത് 3 വർഷം തന്നെ നിലനിൽക്കുന്നു. A2ന്റെ കേസ് 75,000 ഇടുന്നു. എന്നാൽ 1 വർഷത്തിന് ശേഷം അയാൾ 25,000 വിഡ്രോ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ 75,000 ആയിട്ട് തന്നെ കിടക്കുന്ന 1 വർഷത്തേക്കേ ഉള്ളൂ. ഇനിയുള്ള 2 വർഷം കിടക്കുന്നത് 75-ൽ നിന്ന് 25 പോയിട്ടുള്ള 50,000 ആണ്. 50,000 2 വർഷത്തേക്കും കിടക്കുന്നു. അടുത്തയാളുടെ A3യുടെ കേസ് നമുക്ക് നോക്കാം. A3 1,25,000 റുപ്പീസ് ആണ് 2 വർഷത്തേക്ക് കിടക്കുന്നത്. കാരണം 1,25,000 റുപ്പീസ് സ്റ്റാർട്ട് ചെയ്യുന്നു, 2 വർഷത്തിന് ശേഷമാണ് 75,000 വിഡ്രോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1,25,000 റുപ്പീസ് 1,25,000 ആയിട്ട് തന്നെ 2 വർഷം കിടക്കുന്നു. അതിൽ നിന്ന് 75,000 പോയാൽ ബാക്കി 50,000 റുപ്പീസ് ആണ് അടുത്ത 1 ഇയറിലേക്ക് കിടക്കുന്നത്. ഇനി നമുക്കറിയാവുന്ന കാര്യം എന്താണ്? ദെൻ ഇൻവെസ്റ്റ്മെന്റ് ഇൻറ്റു പീരിയഡ് ഈസ് ഈക്വൽ ടു റേഷ്യോ ഓഫ് പ്രോഫിറ്റ്. Ratio of profit. Investment into period is equal to ratio of profit. Okay, that is 25 into 3. 25,000 into 3 is to A2 in the case നോക്കിയേ 75,000 into 1 year കിടക്കുന്നു plus 50,000 into 2 year കിടക്കുന്നു is to ഇയാളുടെ കേസ് A3 കേസ് നോക്കിയേ 1,25,000 into 2 year കിടക്കുന്നു പ്ലസ് 50,000 into 1 year കിടക്കുന്നു. ഇവിടെ കോമൺ ആയിട്ടുള്ള നമുക്ക് 1000 എല്ലായിടത്തും കൊണ്ട് നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാൻ സാധിക്കും. ദാറ്റ് ഈസ് നമുക്ക് എങ്ങനെ വരും നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് എങ്ങനെ വരും? 25,000 3 zeros ഇവിടെ പോയി, ഇവിടെ 75 3 zeros പോയി, 50,000 3 zeros പോയി, 1,25,000 3 zeros പോയി, 50,000 3 zeros പോയി. അവശേഷിക്കുന്നതാണ് 25 into 3, that is 75 is to 75 into 1 plus 50 into 2, that is 75 plus 100 is equal to 175. So A2 into A75 is to 175 is to A3യുടെ കേസ് നമുക്ക് നോക്കാം. A3യുടെ കേസിൽ എന്താണ് അവശേഷിക്കുന്നത് നമുക്ക് നോക്കാം. A3യുടെ കേസിൽ 125 into 2, that is 250 plus 50 into 1, 50, that is 300. So that is 300. This is the ratio of their profit. We know since ഇതെല്ലാം 25ന്റെ മൾട്ടിപ്പിൾ ആണ്. 25 3 75, 25 7 175 and 25 12 300. So the ratio of profit is equal to 3:7:12. 3:7:12 എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി. ഈ പ്രോബ്ലത്തിൽ ഓർക്കാനുള്ളത് എന്താണ്? ഇൻവെസ്റ്റ്മെന്റ് ഇൻറ്റു പീരിയഡ് ഈസ് ഈക്വൽ ടു റേഷ്യോ ഓഫ് പ്രോഫിറ്റ്. ഇതാണ് അത് ഏറ്റവും കീ ആയിട്ടുള്ള എലമെന്റ്. ഇൻവെസ്റ്റ്മെന്റ് ഇൻറ്റു പീരിയഡ് ഈസ് ഈക്വൽ ടു റേഷ്യോ ഓഫ് പ്രോഫിറ്റ്. ഓക്കെ. Question number 92. A contractor undertook to do a certain piece of work in 12 days. He employed certain number of workers, but 8 of them being absent from the very first day. Rest could finish the work in 20 days. Full stop. Number of workers originally employed were option A 30, option B 24, option C 15, option D 20. ഈ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ ചെയ്യാം? നമുക്കറിയാം M1 D1 divided by W1 is equal to M2 D2 divided by W2. എന്താണ് M1? ആദ്യം ഉണ്ടായിരുന്ന നമ്പർ ഓഫ് മെൻ എത്രയാണെന്ന് നമുക്ക് അറിയത്തില്ല. എന്താ D1? ആ നമ്പർ ഓഫ് മെൻ വർക്ക് ഫിനിഷ് ചെയ്യാൻ ആവശ്യമായ സമയം 12 days ഡിവൈഡ് ബൈ എന്താ W1? നമ്പർ ഓഫ് വർക്ക്.
എന്താണ് M2 പുതുതായിട്ടുള്ള മെൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ആകെ ഉണ്ടായിരുന്ന മെന്നിൽ നിന്ന് 8 പേർ ആബ്സെന്റ് എന്നാ. ദാറ്റ് ഈസ് M1 - 8 ഇൻറ്റു D2 അവർ ചെയ്യാൻ ആവശ്യമായ സമയം 20 ദിവസം ഡിവൈഡ് ബൈ W2. W2 ഈസ് ഈക്വൽ ടു W1 ആണ്. അതുകൊണ്ട് ക്യാൻസൽ ആയി പോക്കോളും. ദാറ്റ് ഈസ് 12 M1 ഈസ് ഈക്വൽ ടു 20 M1 മൈനസ് 160 or 8 M1 is equal to 160 or M1 is equal to 160 by 8 is equal to 20. So your answer is equal to, there were 20 men initially. Okay, ഓർക്കുക M1 D1 divided by W1 is equal to M2 D2 divided by W2 എന്ന കണ്ടീഷൻ നമ്മൾ അപ്ലൈ ചെയ്തു. പക്ഷെ വർക്ക് സെയിം ആയതുകൊണ്ട് W1 W2 സെയിം ആയതുകൊണ്ട് ക്യാൻസൽ ആയി പോവുകയും M1 D1 is equal to M2 D2 എന്ന് പറഞ്ഞ കണ്ടീഷൻ നമുക്ക് കിട്ടുകയും ചെയ്യുന്നു. Question number 93. Two taps T1 and T2 can fill a tank in 5 hours and 20 hours respectively. If both the taps are open, then due to leakage, it took 30 minutes more to fill the tank. If the tank is full, how long it will take for the leakage alone to empty the tank? Option A, 24 hours. Option B, 10 hours. Option C, 36 hours. Option D, 28 hours. നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. അതായത് T1 എന്നും T2 എന്നും ഉള്ള രണ്ട് ടാബ്സ് അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുവാണെങ്കിൽ യഥാക്രമം 5 മണിക്കൂറും 20 മണിക്കൂറും എടുത്തിട്ടാണ് ടാങ്ക് ഫില്ല് ചെയ്യുന്നത്. ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് രണ്ട് ടാപ്പും കൂടെ ഒരുമിച്ച് ഓപ്പൺ ചെയ്തു. ഇഫ് ബോത്ത് ദ ടാപ്സ് ആർ ഓപ്പൺ, ആ സമയത്ത് ലീക്കേജും വന്നു. അതുകൊണ്ട് നോർമലി രണ്ട് ടാപ്പും ഒരുമിച്ച് ഓപ്പൺ ചെയ്താൽ എടുക്കുന്ന സമയത്തിനേക്കാളും 30 മിനിറ്റ് അധികമായിട്ടെടുത്തു. ശ്രദ്ധിക്കുക, നോർമലി രണ്ട് ടാപ്പും കൂടെ ഒരുമിച്ചെടുത്ത് ടാങ്ക് നിറയാൻ എടുക്കുന്ന സമയത്തിനേക്കാളും 30 മിനിറ്റ് ഇപ്പോൾ അധികമായിട്ടെടുത്തു. എന്തുകൊണ്ട്? ലീക്കേജും കൂടി ഉള്ളത് കൊണ്ട്. അങ്ങനെയാണെങ്കിൽ നിറഞ്ഞിരിക്കുന്ന ടാങ്കിനെ empty ആക്കാൻ വേണ്ടി ലീക്കേജിന് മാത്രമായി വർക്ക് ചെയ്യുമ്പോൾ എത്ര സമയം എടുക്കും എന്നുള്ളതാണ് ചോദ്യം. ചോദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റേജ്. ഇനി നമുക്ക് നോക്കാം. നോർമലി രണ്ട് പൈപ്പ്, ഇൻലെറ്റ് പൈപ്പിന് ടാങ്കിനെ നിറയ്ക്കാൻ വേണ്ടി ആവശ്യമായ സമയം എന്ന് പറയുന്നത് ടൈം ടേക്കൺ ടു ഫിൽ ദ ടാങ്ക്. ടൈം ടേക്കൺ ടു ഫിൽ ദ ടാങ്ക് ബൈ two inlet pipes is equal to xy divided by x plus y hours. That is equal to 20 into 5 divided by 20 plus 5. That is equal to 100 divided by 25 is equal to 4 hours. അപ്പോൾ നോർമലി ഈ ടാങ്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി രണ്ട് ഫിൽ പൈപ്പിനെടുക്കുന്ന സമയം 4 hours ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണ്? ഇപ്പോഴത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് നോർമൽ എടുക്കുന്ന സമയത്തിനേക്കാൾ 30 മിനിറ്റ് കൂടുതൽ എടുക്കുന്നു. ആരൊക്കെ വർക്ക് ചെയ്യുമ്പോൾ? T1 പ്ലസ് T2 പ്ലസ് ലീക്കേജ്, 3 പേരും കൂടി വർക്ക് ചെയ്യുമ്പോൾ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 4.30 hours. 4 hours 30 minutes ആണ് അല്ലേ? അഥവാ 9/2 hours ആണ് എടുക്കുന്നത്. 4 hours 30 minutes 4 1/2 hours or 9/2 hours എടുക്കും. ആരൊക്കെ വർക്ക് ചെയ്യുമ്പോൾ? T1 പ്ലസ് T2 പ്ലസ് ലീക്ക്, 3 പേരും കൂടി വർക്ക് ചെയ്യുമ്പോൾ. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് T1 ഒറ്റയ്ക്ക് വർക്ക് ചെയ്യുവാണെങ്കിൽ 5 hours എടുക്കുമെന്നറിയാം. T2 ഒറ്റയ്ക്ക് വർക്ക് ചെയ്യുവാണെങ്കിൽ 20 hours എടുക്കുമെന്നറിയാം. T1 പ്ലസ് T2 പ്ലസ് ലീക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യുവാണെങ്കിൽ 9/2 hours എടുക്കുമെന്ന് അറിയാം. നമുക്ക് നോക്കാം. ടോട്ടൽ കപ്പാസിറ്റി ഓഫ് ദ ടാങ്ക്, ലെറ്റ് ദ കപ്പാസിറ്റി ഓഫ് ദ ടാങ്ക് ബി ദ LCM ഓഫ് 25,20,9 is equal to 900. Capacity of the tank 900 ആണ് വിചാരിക്കുക. സോ 900 be the capacity of the tank. ടാങ്കിന്റെ ആകെ കപ്പാസിറ്റി ആണ് 900. ആകെ ടാങ്കിന്റെ കപ്പാസിറ്റി ആണ് 900. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. ഈ T1 എന്ന് പറയുന്ന ഇൻലെറ്റ് പൈപ്പ് ടാങ്കിനെ നിറയ്ക്കാൻ എടുക്കുന്ന സമയം 5 മണിക്കൂറാണ്. 5 മണിക്കൂറിലാണ് 5 മണിക്കൂർ കൊണ്ടാണ് T1 എടുക്കുന്നതെങ്കിൽ ഈ 1ന്റെ 1 മണിക്കൂറിലെ വർക്ക് എത്രയാണ്?
1 hour വർക്ക് എത്ര വരും? നമുക്ക് നോക്കിയേ, 5 മണിക്കൂർ എടുത്തിട്ടാണ് ഈ പറയുന്ന 900 ലിറ്റേഴ്സ് ഫിൽ ചെയ്യുന്നത്. അപ്പോൾ 1 മണിക്കൂർ എത്ര ലിറ്റർ ഫിൽ ചെയ്യും? 900 ഡിവൈഡ് ബൈ 5 ഇസ് ഈക്വൽ ടു 180 ലിറ്റേഴ്സ്. അപ്പോൾ 1 മണിക്കൂർ 180 ലിറ്റേഴ്സ് ആണ് T1 എന്ന് പറഞ്ഞ പൈപ്പ് കൊടുക്കുന്നത്. അടുത്ത് നമുക്ക് നോക്കാം T2 എന്ന് പറഞ്ഞ പൈപ്പിന്റെ കേസ് നോക്കാം. T2 എന്ന് പറഞ്ഞ പൈപ്പാണ് 20 അവേഴ്സ് എടുത്തിട്ടാണ് 900 ലിറ്റർ നിറയ്ക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 1 മണിക്കൂർ അതിന്റെ വർക്ക് എത്ര? 900 ഡിവൈഡ് ബൈ 20 ഇസ് ഈക്വൽ ടു 45 ലിറ്റേഴ്സ്. 45 ലിറ്റേഴ്സ് ആണ് ഏതാണ് T2 എന്ന് പറഞ്ഞ പൈപ്പിന്റെ വർക്ക് വരുന്നത്. 1 മണിക്കൂറിലെ വർക്ക് വരുന്നത് 45 ലിറ്റേഴ്സ്. ഓക്കെ, അങ്ങനെയാണ്. അടുത്ത കേസ് നമുക്ക് നോക്കാം. അടുത്ത ആരൊക്കെയാ പറഞ്ഞേക്കുന്നത്? അടുത്ത് പറഞ്ഞേക്കുന്നത് T1 പ്ലസ് T2 പ്ലസ് ടി ലീക്ക് അല്ലെ, T1 പ്ലസ് T2 പ്ലസ് ലീക്ക്. അപ്പം T1 പ്ലസ് T2 പ്ലസ് ലീക്കിന്റെ T1 പ്ലസ് T2 പ്ലസ് ലീക്ക് ആണെങ്കിൽ 9/2 അവേഴ്സ് എടുത്തിട്ടാണ് അവർ ടാങ്ക് നിറയ്ക്കുന്നത്, 900 ലിറ്റർ നിറയ്ക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ T1 പ്ലസ് T2 പ്ലസ് ലീക്കിന്റെ 1 അവർ വർക്ക് എത്ര? T1 പ്ലസ് T2 പ്ലസ് ലീക്ക് 9/2 അവേഴ്സ് എടുത്തിട്ടാണ് 900 ലിറ്റർ നിറയ്ക്കുന്നത്. അപ്പോൾ 1 മണിക്കൂറിൽ 900 ഡിവൈഡ് ബൈ 9/2 ഇസ് ഈക്വൽ ടു 200 ലിറ്റേഴ്സ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, നിങ്ങൾ 180 സപ്ലൈ ചെയ്യുന്നു, 45 സപ്ലൈ ചെയ്യുന്നു 1 മണിക്കൂറിൽ. അപ്പോൾ 1 മണിക്കൂറിൽ നിങ്ങൾ ആകെ സപ്ലൈ ചെയ്യുന്ന വാട്ടറിൻ്റെ അളവ് T1 പൈപ്പ് 180 കൊടുക്കുന്നു, T2 പൈപ്പ് 45 കൊടുക്കുന്നത് കൊണ്ട് 1 മണിക്കൂറിൽ നിങ്ങൾ സപ്ലൈ ചെയ്യുന്ന ആകെയുള്ള വാട്ടറിൻ്റെ അളവെന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്? ആകെയുള്ള 1 മണിക്കൂറിൽ നിങ്ങൾ സപ്ലൈ ചെയ്യുന്ന വാട്ടറിൻ്റെ അളവെന്ന് പറയുന്നത് 180 പ്ലസ് 45 ആണ്. സോ the water supplied in 1 hour is equal to 180 plus 45. That is 180 plus 45 is equal to 225 liters ആണ് നിങ്ങൾ സപ്ലൈ ചെയ്യുന്നത്. ബട്ട് T1 plus T2 plus leak വർക്ക് മൂന്നും കൂടെ വർക്ക് ചെയ്യുമ്പോൾ you will get only 200 liters. Therefore, work of leak per hour is equal to work of leak per hour is equal to 225 minus 200 is equal to 25 liters. So work of leak per hour is equal to 25 liters per hour. അപ്പോൾ 1 മണിക്കൂർ ലീക്ക് കളയുന്നത് 25 ലിറ്റേഴ്സ് ആണ്. Therefore, in order to empty 900 liters, how much time it will take? 900 divided by 25. 900 divided by 25 is equal to, you will get the answer as, so you will get the answer as 36 hours. So the answer of your question is 36 hours. 36 hours. This is the correct answer is 36 hours. 94th question നോക്കാം. A sum was put at simple interest on a certain rate for 3 years. Had it been put at 3% higher rate, it would have fetched rupees 1440 more. What is the sum? 4 ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇവിടെ 3% ഹയർ റേറ്റ് ആണ് എന്ന് പറഞ്ഞാൽ പലിശ നമ്മൾ കൊടുക്കുന്നത് ശരിക്കും പ്രിൻസിപ്പിളിനെയാണല്ലോ. ദാറ്റ് ഈസ് 3% ഓഫ് സം ഹയർ ആയിട്ട് കിട്ടുവാണ്. എത്ര വർഷം? 3 വർഷവും ഹയർ ആയിട്ട് കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ 9% ഓഫ് സം അദ്ദേഹത്തിന് അധികമായി ലഭിക്കും. 9% ഓഫ് സം, 9% ഓഫ് സം ഈസ് ഈക്വൽ ടു എത്രയാ വരുന്ന വാല്യൂ? 1440 ആണ് അധികമായി ലഭിക്കുന്നത്. Therefore, 1% of sum is equal to 1440 divided by 9 is equal to 160. Therefore, 100% of sum is equal to 160,000. So your answer is equal to option C, 16,000 എന്ന് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 95ലേക്ക് നമുക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 95. 2 meters broad pathway to be constructed around a rectangular plot on the inside. The perimeter of the plot is 340 meters. The cost of construction at ₹50 per square meter is option A, ₹68,800. Option B, ₹17,800. Option C,
rupees 33,200. Option D, data inadequate. നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യാൻ ശ്രമിക്കാം. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുമ്പോൾ അത് നമുക്കൊരു പടം വരച്ച് നോക്കാം. ദാറ്റ് ഈസ് റെക്ടാങ്കുലർ പ്ലോട്ട് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈ റെക്ടാങ്കുലർ പ്ലോട്ടിനകത്ത് ഒരു 2 മീറ്റർ വിത്തുള്ള ഒരു പാത്ത് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പാത്ത് ഉണ്ടാക്കുന്നു. ഈ പാത്തിന്റെ വിത്ത് നമുക്കറിയാം 2 മീറ്റർ ആണ് പാത്തിന്റെ വിത്ത്. 2 മീറ്റർ ഉള്ള പാത്തിന്റെ വിത്ത് എല്ലായിടത്തും 2 മീറ്റർ തന്നെ ആയിരിക്കുമല്ലോ. 2 മീറ്റർ ആയിരിക്കും അല്ലെ. ഇവിടെയും 2 മീറ്റർ തന്നെ ആയിരിക്കും. ഇവിടെയും 2 മീറ്റേഴ്സ് തന്നെ ആയിരിക്കും. അപ്പൊ 2 മീറ്റേഴ്സ് ഒരു പാത്ത് ഉണ്ടാക്കാൻ പോവുകയാണെന്നാ പറഞ്ഞേക്കുന്നത്. നമുക്കറിയാം. പിന്നെ നമുക്കറിയാവുന്നതാണ് പെരിമീറ്റർ ഓഫ് ദി റെക്ടാങ്കിൾ പ്ലോട്ട് അറിയാം. 340 മീറ്റർ ആണ് പെരിമീറ്റർ ഓഫ് ദി പ്ലോട്ട് പറഞ്ഞേക്കുന്നത്. നമുക്ക് ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഡയറക്റ്റ് ഒരു ഇക്വേഷൻ അങ്ങ് പഠിച്ചു വെക്കാം. ദാറ്റ് ഈസ് ഏരിയ ഓഫ് ദി പാത്ത് ഇൻസൈഡ് ദി പ്ലോട്ട് എന്ന് പറയാം. ഏരിയ ഓഫ് ദി പാത്ത് ഇൻസൈഡ് ദി പ്ലോട്ട്. ഇൻസൈഡ് ദി പ്ലോട്ട്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഇതിന് വരുന്നതാണ്. ഇക്വേഷൻ പഠിച്ച് വെക്കാൻ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാമല്ലോ. പ്ലോട്ട് ഈസ് ഈക്വൽ ടു 2x into L plus B minus 2x, where x is the width of the path, L is the length of the plot, B is the breadth of the plot. So ഡയറക്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. നമുക്ക് എല്ലാത്തിൻ്റെയും വാല്യൂ അറിയാം. കാരണം നമുക്ക് വിത്ത് ഓഫ് ദി പ്ലോട്ടും അറിയാം. ദെൻ നമ്മുടെ ലെങ്ത് ഓഫ് ദി പ്ലോട്ട് അറിയാം. ബ്രെഡ്ത്ത് ഓഫ് ദി പ്ലോട്ട് അറിയാം. ഓക്കെ. സോ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ദാറ്റ് ഈസ് നമുക്കറിയാം പെരിമീറ്റർ ഓഫ് ദ പ്ലോട്ട് ഈസ് ഗിവൺ ആസ് 340. ദാറ്റ് ഈസ് പെരിമീറ്റർ ഈസ് ഈക്വൽ ടു 2 into L plus B. 2 length plus 2 breadth is equal to 340. That is equal to, therefore L plus B is equal to 340 divided by 2. 340 divided by 2 is equal to 170 meters. So if we get the length plus breadth, then area of the path, therefore നമുക്കറിയാം ഏരിയ ഓഫ് ദ പാത്ത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് കണ്ടുപിടിക്കാത്തുള്ളൂ? ഒരു സ്ക്വയർ മീറ്ററിന് 50 രൂപയാണെങ്കിൽ എത്ര സ്ക്വയർ മീറ്റർ ചിലവ് വരുന്നറിയാൻ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. സോ ഏരിയ ഓഫ് ദി പാത്തിന്റെ ഇക്വേഷൻ ഓൾറെഡി നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് 2x into L plus B minus 2x. ഓക്കെ. 2x into L plus B minus 2x. ദാറ്റ് ഈസ് ഇവിടെ നോക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കും. ദാറ്റ് ഈസ് 2x-ന്റെ വാല്യൂ എത്രയാണ്? 2x-ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 2 മീറ്റർ ആണ് വിത്ത് വന്നിരിക്കുന്നത്. 2 into 2 into L plus B-യുടെ വാല്യൂ നമുക്കറിയാം 170 minus 2x. 2x means 2 into 2. Okay. So you will get the answer as area of the plot is equal to, therefore area of the plot is equal to എത്ര കിട്ടി? 664 meter square. That is area of the plot is equal to 664 meter square. So again you know cost per meter is equal to എത്രയാണ്? 50 rupees per meter എന്നാ പറഞ്ഞേക്കുന്നത്. Therefore cost for 664 meter square is equal to 664 into 50 is equal to 33,200. 33,200. So your answer is equal to 33,200. ഓപ്ഷൻ സി ആണ് നിങ്ങളുടെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ കോൺ, എ ഹെമിസ്ഫിയർ ആൻഡ് എ സിലിണ്ടർ stand on equal bases and have the same height, then the ratio of volumes of cone, hemisphere, cylinder B. ഓർക്കുക, ഇപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? ഒരു കോണിന്റെയും ഹെമിസ്ഫിയറിന്റെയും സിലിണ്ടറിന്റെയും വോളിയത്തിന്റെ റേഷ്യോ കണ്ടുപിടിക്കണം അല്ലെ. എ കോൺ, ഹെമിസ്ഫിയർ ആൻഡ് എ സിലിണ്ടർ സ്റ്റാൻഡ് ഓൺ ഈക്വൽ ബേസസ് എന്ന് പറയുന്നുണ്ട്. നമുക്കൊന്ന് നോക്കാം. കോൺ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം കോൺ ഇരിക്കുന്നത് എങ്ങനെയാണ്? ഒരു ബേസ് കാണും അല്ലെ. ദെൻ അതിനകത്ത് നമുക്കറിയാം അതിന്റെ ഹൈറ്റ് ഉണ്ട്. ഹൈറ്റ് നമുക്ക് h എന്ന് വിളിക്കാൻ സാധിക്കും. അതിനൊരു റേഡിയസ് കാണും. റേഡിയസ് r എന്ന് വിളിക്കാൻ പോവാണ്. ഓക്കെ. ഇനി നോക്കിയേ,
അടുത്ത് നമുക്കറിയാം ഒരു ഹെമിസ്ഫിയർക്കാണ് സെയിം ഈക്വൽ ബേസ് ആണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഞാൻ വരയ്ക്കുമ്പോൾ ചെറിയ മിസ്മാച്ച് വരുന്നുണ്ട്, നിങ്ങൾ ക്ഷമിക്കണം. ഈക്വൽ ബേസ് എന്ന് പറയുമ്പോഴത്തേക്കിന് ഈക്വൽ ബേസ് ആയിട്ട് നിങ്ങൾ വരയ്ക്കാൻ ശ്രമിക്കുക. ഈക്വൽ ബേസ് ഉള്ള ഒരു ഹെമിസ്ഫിയറും ഉണ്ട്. ഓക്കെ, ഹൈറ്റ് സെയിം ആണെന്നാ പറഞ്ഞേക്കുന്നത്. ഹൈറ്റ് h തന്നെയാണ്. അതിൻ്റെ റേഡിയസ് r അല്ലേ. അടുത്ത കേസ് എന്ന് പറയുന്നത് ഒരു സിലിണ്ടർ പറയുന്നുണ്ട്. സിലിണ്ടർ സെയിം ബേസ് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. സിലിണ്ടറിന്റെ കേസ് സെയിം ബേസ് ഉള്ള ഒരു സിലിണ്ടർ. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. അതിൻ്റെയും ഹൈറ്റ് നമുക്ക് h ആയിട്ട് എടുക്കാൻ സാധിക്കും. ഹൈറ്റ് h ആയിട്ട് എടുക്കാം. റേഡിയസ് എന്ന് പറയുന്നത് r ആണ്. ഹൈറ്റ് h ആണ്, റേഡിയസ് r ആണ്. ഓക്കെ, ഇനി ഇവിടെ ഈ കണ്ടീഷൻ ഓർക്കാനുള്ളത്, അപ്പം കോണിന്റെ വോളിയം നമുക്കറിയാം. വോളിയം ഓഫ് കോണിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് വോളിയം ഓഫ് കോൺ ഈസ് ഇക്വൽ ടു 1/3 പൈ r സ്ക്വയർ h ആണ്. അതേപോലെ തന്നെ വോളിയം ഓഫ് ഹെമിസ്ഫിയർ നമുക്കറിയാം. വോളിയം ഓഫ് ഹെമിസ്ഫിയർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 2/3 പൈ r ക്യൂബ് ആണ്. അടുത്തത് അതേപോലെ തന്നെ നമുക്കറിയാവുന്നതാണ് വോളിയം ഓഫ് സിലിണ്ടർ. ഇക്വേഷൻസ് കാണാൻ പഠിച്ചു വെച്ചാൽ പ്രയോജനം ചെയ്യും. വോളിയം ഓഫ് സിലിണ്ടർ നമുക്കറിയാം. വോളിയം ഓഫ് സിലിണ്ടർ ഈസ് ഈക്വൽ ടു പൈ r സ്ക്വയർ h ആണ്. ഇവിടെ ഈക്വൽ ബേസും ഈക്വൽ റേഡിയസും എന്ന് പറഞ്ഞേക്കുന്നത് അല്ലേ. സെയിം ബേസും ആണ്. സെയിം ബേസ് ആണെങ്കിൽ കണ്ടീഷൻ എന്താണ്? സെയിം ബേസ്, ഈക്വൽ ബേസ് ആയതുകൊണ്ട് തന്നെ റേഡിയസ് ഷുഡ് ബി ഈക്വൽ. ദാറ്റ് ഈസ് ഈക്വൽ ബേസ് എന്ന് കൃത്യമായി പറയുന്നുണ്ട്. ഈക്വൽ ബേസ് മീൻസ് ഈക്വൽ റേഡിയസ്. ഈക്വൽ റേഡിയസ്. ഇനി എല്ലാത്തിനും ഒരേ ഹൈറ്റ് ആണെന്ന് പറയുന്നുണ്ട്. എല്ലാത്തിനും ഒരേ ഹൈറ്റ് ആണെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? ഹെമിസ്ഫിയറിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഹെമിസ്ഫിയറിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? For a hemisphere, height is equal to radius. For a hemisphere, height is equal to radius. പിന്നെ എല്ലാത്തിനും ഈക്വൽ ഹൈറ്റ് ആണെന്ന് പറയുന്നുമുണ്ട്. അപ്പൊ ഹെമിസ്ഫിയറിന്റെ കേസ് ഹൈറ്റ് ഈസ് ഈക്വൽ റേഡിയസ് ആണ്. കോണിന്റെയും ഹെമിസ്ഫിയറിന്റെയും സിലിണ്ടറിന്റെയും ഹൈറ്റ് സെയിം ആണെന്നും പറയുന്നുണ്ട്. അങ്ങനെ നമുക്ക് എന്ത് എഴുതാം? ഹൈറ്റ് ഈസ് ഈക്വൽ ടു റേഡിയസ്. സോ വി ക്യാൻ കൺക്ലൂഡ് ദ ഹൈറ്റ് ഈസ് ഈക്വൽ ടു റേഡിയസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് പോകാം. നമുക്ക് കണ്ടുപിടിക്കുന്നത് എന്താണ്? വോളിയം ഓഫ് കോൺ ഈസ് ടു വോളിയം ഓഫ് ഹെമിസ്ഫിയർ ഈസ് ടു വോളിയം ഓഫ് സിലിണ്ടർ എന്ന കണ്ടീഷൻ നമുക്ക് കണ്ടുപിടിക്കേണ്ടേ. സിലിണ്ടർ എന്ന കണ്ടീഷൻ കണ്ടുപിടിക്കേണ്ടേ. വോളിയം ഓഫ് കോൺ നമുക്കറിയാം. ദാറ്റ് ഈസ് 1/3 പൈ r സ്ക്വയർ പൈ r ക്യൂബ്. സോറി, വോളിയം ഓഫ് ഹെമിസ്ഫിയർ നമുക്കറിയാം 2/3 1/3 പൈ r സ്ക്വയർ h ആണ് വോളിയം ഓഫ് കോൺ എന്ന് പറയുന്നത്. പക്ഷേ വോളിയം ഓഫ് കോൺ നമുക്ക് റീറൈറ്റ് ചെയ്യാം ഒന്നുകൂടി ക്ലാരിറ്റിക്ക് വേണ്ടി. ദാറ്റ് ഈസ് 2/3 പൈ r ക്യൂബ് എന്ന് പറയുന്നതാണ് വോളിയം ഓഫ് ഹെമിസ്ഫിയർ. വോളിയം ഓഫ് സിലിണ്ടർ എന്ന് പറയുന്നത് പൈ r സ്ക്വയർ h ആണ്. ഇവിടെ നോക്കുക, r ഈസ് ഈക്വൽ ടു h ആണ്. അങ്ങനെയാണെങ്കിൽ വോളിയം ഓഫ് കോൺ എന്താകും? 1/3 പൈ r ക്യൂബ് ഈസ് ടു 2/3 പൈ r ക്യൂബ് ഈസ് ടു പൈ r square h. H is equal to r pi r cube. So pi r cube. So the ratio is equal to 1/3 is to 2/3 is to 1. That is equal to 1 is to 2 is to 3. So your answer is equal to 1 is to 2 is to 3. Option A is the correct answer. Okay. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 97. Okay. Question number 97 നോക്കിയേ. A man and his wife appear in an interview for 2 vacancies in the same post. The probability of husband selection is 1/12. Probability of wife selection is 1/7. What is the probability that only one of them is selected? Only one of them is selected. ഓക്കെ, നമുക്ക് നോക്കാം. പ്രോബബിലിറ്റി ഓഫ് ഹസ്ബൻഡ് സെലക്ടഡ് എന്ന് പറയുന്നത് 1/12 ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ഹസ്ബൻഡ് നോട്ട് സെലക്ടഡ് കൊടുക്കാൻ പോവാണ്. പ്രോബബിലിറ്റി ഓഫ് ഹസ്ബൻഡ് നോട്ട് സെലക്ടഡ് എത്രയായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു 11/12 ആയിരിക്കുമല്ലോ.
Similarly, probability of wife selected എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. Probability of wife selected 1/7 ആണ്. അങ്ങനെയാണെങ്കിൽ probability of wife not selected എത്രയായിരിക്കും? That is equal to 6/7 ആയിരിക്കും. Probability of selected ഉം probability of not selected രണ്ട് ആൾക്കാരെ നമുക്കറിയാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? What is the probability that only one of them is selected എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കേണ്ടേ. Only one of them is selected. നമുക്ക് നോക്കാം. Only one of them selected condition എന്ത് വരും? That is equal to probability of husband selected into probability of wife not selected plus probability of wife selected into probability of husband not selected. That is probability of husband selected area 1/12 into probability of wife not selected area 6/7 plus probability of wife selected area 1/7 into probability of husband not selected area 11/12. So your answer is equal to, that is equal to 12/7 common ആണ്, 6 plus 11 that is equal to, that is 1/12 into 7 common എടുത്തു into 6 plus 11 that is equal to 17 divided by 12 into 7 84. So the correct answer is equal to 17 divided by 84. So your correct answer is equal to option A, 17 divided by 84. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 98. In a group of 7 boys and 5 girls, 3 children are to be selected. In how many different ways can they be selected such that at least one girl should be there? തന്നിരിക്കുന്ന കോമ്പിനേഷൻസിൽ നിന്ന് 7 ബോയ്സും 5 ഗേൾസിൽ നിന്ന് 3 ആൾക്കാരെ സെലക്ട് ചെയ്യണം. അതിലൊന്ന് പെൺകുട്ടിയായിരിക്കണം. കണ്ടീഷൻ നോക്കാം. ദാറ്റ് ഈസ് നമുക്ക് അറിയാം 7 ബോയ്സിൽ നിന്ന് നമ്മൾ ഒരു ബോയെ സെലക്ട് ചെയ്യാൻ പോവാണ്. 7 ബോയ്സ് ആൻഡ് 1 ബോയ്. 5 ഗേൾസിൽ നിന്ന് 2 ഗേൾസിനെ, ഇപ്പൊ 3 പേരായല്ലോ. 5C2 കോമ്പിനേഷൻ പോസിബിൾ ആണ്. അല്ലെങ്കിൽ ഓർ പ്ലസ് 7 ബോയ്സിൽ നിന്ന് 2 ബോയ്സിനെ എടുക്കാം. 5 ഗേൾസിൽ നിന്ന് അങ്ങനെയാണെങ്കിൽ ഒരു ഗേളിനെ മാത്രം പറ്റത്തുള്ളൂ. ദാറ്റ് ഈസ് 5C1, അതും പോസിബിൾ ആണ്. പ്ലസ് അല്ലെങ്കിൽ മുഴുവനും പെൺകുട്ടികളാകാം. ഒരു ബോയ് പോലും വാഴത്തില്ല, മുഴുവൻ പെൺകുട്ടികളാകാം. കാരണം അറ്റ്ലീസ്റ്റ് 1 ഗേൾ ഉണ്ടെന്ന് പറഞ്ഞേക്കുന്നുള്ളൂ. മാക്സിമം നമ്പർ ഓഫ് ഗേൾസ് പറയുന്നില്ല. 5C3 വരാമല്ലോ. ഇതാണ് ഇതിന്റെ മാക്സിമം കോമ്പിനേഷൻ. 7C1 എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് 7 into 1 divided by 1, ദാറ്റ് ഈസ് 7. 7 into 5C2 എന്ന് പറഞ്ഞാൽ എന്താണ്? 5 into 4 divided by 1 into 2 പ്ലസ് 7C2 എന്ന് പറഞ്ഞാൽ എന്താണ്? 7 into 6 divided by 1 into 2 into 5C1. 5C1ന്റെ കാര്യം നമുക്കറിയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 പ്ലസ് 5C3 എന്ന് പറഞ്ഞാൽ എന്താണ്? 5 into 4 into 3 divided by 1 into 2 into 3. So your answer is equal to, that is 7 into 5 into 2 എന്ന് വരും. That is 70 plus ഇവിടെയാണെങ്കിൽ 7 into 3 into 5 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 105 പ്ലസ് 5 into 2 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ 10 ഈസ് ഈക്വൽ ടു 185. So your answer is equal to 185. Okay, we can go to next question, 99. In how many different ways can letters of the word court be arranged in such a way that the vowels always come together? കൃത്യമായിട്ട് പറയുന്നുണ്ട്, vowels always come together. Option A 48, B 144, C 120, D 60. നമുക്ക് നോക്കാം. COURT. ഇതിനകത്ത് വവൽസ് ഏതൊക്കെയുണ്ട്? OU എന്ന് പറയുന്ന വവൽസ് ആണ്. അതിനൊരു ബ്ലോക്ക് ആക്കി. കൺസണൻസ് CRT കൺസണൻസ് ആണ്. ഇപ്പൊ 1 2 3 4, ദാറ്റ് ഈസ് 4 ഫാക്ടോറിയൽ. വവൽസ് രണ്ടെണ്ണം ഉണ്ട്. രണ്ടിനെ നമുക്ക് അറേഞ്ച് ചെയ്യാം into 2 ഫാക്ടോറിയൽ. ദാറ്റ് ഈസ് 4 ഫാക്ടോറിയൽ ഈസ് ഈക്വൽ ടു 1 into 2 into 3 into 4 into 2 factorial is equal to 1 into 2. So your answer is equal to 24 into 2 is equal to 48. So your option is equal to option A 48. Okay, then we can go to the last question, 100th question.
Sum of present ages of a father and his son is 66 years. 5 years ago, father's age was 6 times the age of son. After 7 years, son's age will be 13 years, 20 years, 15 years, 18 years. Let's look at the question. It is clearly given that sum of the present ages of son and father is 66. 5 years ago, father's age was 6 times the age of son. So let the age of son 5 years ago. Age of son 5 years ago is equal to x. Therefore, age of father 5 years ago is equal to 6x. Therefore, present age of son and father are x plus 6 and 6x, sorry, 5 years, x plus 5 and 6x plus 5 respectively. 5 വർഷം മുമ്പ് കുട്ടിയുടെ പ്രായം എക്സ് ആണെങ്കിൽ അച്ഛൻ്റെ പ്രായം 6x ആയിരുന്നെങ്കിൽ ഇപ്പോഴത്തെ അച്ഛൻ്റെ പ്രായം എത്ര, കുട്ടിയുടെ പ്രായം എത്ര? 5 വർഷം മുമ്പ് കുട്ടിക്ക് x years ആണെങ്കിൽ ഇപ്പോഴത്തെ കുട്ടിയുടെ പ്രായം x plus 5. 5 വർഷം മുമ്പ് അച്ഛൻ്റെ പ്രായം 6x ആണെങ്കിൽ ഇപ്പോഴത്തെ പ്രായം 6x plus 5. ഇനിയും ഇപ്പോഴത്തെ അവരുടെ പ്രായത്തിന് സം തന്നിരിക്കുകയാണ് 66 years. That is x plus 5 plus 6x plus 5 is equal to 66 years. That is 7x plus 10 is equal to 66 years. Or 7x is equal to 56 years. X is equal to 8 years. If x is equal to 8 years, what do you have to find out? You have to find out the age of the son after 7 years. Okay, present age of son is 6x x plus 5. Therefore, age of son after 5 years is equal to age of son after how many years? After 7 years. After 7 years is equal to present age of son is x plus 5. So after 7 years, x plus 5 plus 7 is equal to, you know the value of x as 8 plus 5 plus 7 is equal to 20. So you will get the answer as 20 years, option B. Okay. കേരള ഹൈക്കോർട്ട് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് 2019 നടത്തിയ ചോദ്യപേപ്പറിന്റെ കണക്ക് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടത്. പൊതുവിജ്ഞാന ചോദ്യങ്ങൾ, കണക്ക് ചോദ്യങ്ങൾ എന്നിവ ഡോട്ട്സ് അക്കാഡമിയുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തു കഴിഞ്ഞു. ഇതുവരെ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ പരീക്ഷയ്ക്ക് തീവ്രമായി പരിശീലനം എടുക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഈ ചാനൽ പ്രയോജനകരമായി തീരാൻ വേണ്ടി ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ കമന്റുകൾ, നിങ്ങളുടെ സജഷൻസും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. Subscribe now and press the bell icon. Never miss an update.